നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അറിവിൽ എനിക്കങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല. അത് പാർട്ടിക്കുള്ളിലായാലും പാർട്ടിക്ക് പുറത്തായാലും. വർമ്മ സാറിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത കർഷകരെ കൊണ്ടുവന്ന് പരാതി പിൻവലിപ്പിച്ച് വർമ്മ സാറിനെ കൊണ്ട് നിങ്ങൾ വീണ്ടും നോമിനേഷൻ സമർപ്പിച്ചില്ലേ? അതിന് ഞങ്ങൾ എന്തിനാ നിങ്ങളോട് നന്ദി പറയുന്നതെന്നായിരിക്കും മാഡവും ദീപക് സാറും ചിന്തിക്കുന്നതല്ലേ? പറഞ്ഞുതരാം. ഇന്നലെ രാത്രിയില് ദീപക് സാറിനോട് ആ കർഷകരെവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞില്ലേ? വെറും നുണയാ. ദീപകേ, കളക്ടർ ഓഫീസർ, നീ എന്നെ വെറും മൊണ്ടനാക്കിയല്ലടാ. അതിന് പ്രത്യേകിച്ച് ആക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണല്ലോ. കൃത്യസമയത്ത് വർമ്മ സാറിനെ കൊണ്ട് നോമിനേഷൻ ചെയ്യിപ്പിച്ചതിന് അംബിക മാഡത്തിനും ദീപക് സാറിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പൊ ശരി, വർഷ മാഡം. അമ്മായി, എങ്കിൽ ഞങ്ങളങ്ങോട്ട്. അമ്മേ, ഞാൻ കാളെ പെറ്റൂന്ന് കേട്ടാ അപ്പ കയറെടുക്കാൻ ഇറങ്ങിക്കോണം. പിന്നെയൊക്കെ പ്രതാപ, ചായ. സത്യം പറഞ്ഞ ഇപ്പോഴാ നിന്റെ മുഖത്തൊരു തെളിച്ചം വന്നത്. ചേച്ചി പറഞ്ഞത് സത്യമാണ്. ചേച്ചിക്കറിയാലോ, എന്റെ ദീർഘകാലമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലെന്ന്. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഒടുവിൽ സത്യം പുറത്തു വന്നു. ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസത്തിന് ഒരു പോറലേറ്റതുമില്ല. എന്റെ സന്തോഷത്തിന് മറ്റെന്താ എനിക്ക് വേണ്ടത്? സത്യ പ്രതാപ, നിന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോ നിന്നേക്കാൾ ഒരുപാട് വിഷമിച്ചത് ഞാനാ. നീ ഈ കുടുംബത്തിന്റെ അഭിമാനമല്ലേ? അല്ലെങ്കിലും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. നീ ഒരു തെറ്റും ചെയ്യില്ലാന്ന് കുട്ടിക്കാലം മുതൽക്ക് നിന്നെ അറിയാവുന്ന എനിക്കറിയില്ലേ? കണ്ടില്ലേ, പത്രക്കാരൊക്കെ നല്ല റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി. ആഹാ, ശരിയാണല്ലോ. ദൈവമേ നമ്മുടെ കൂടെ ഉണ്ട് പ്രതാപ. ഇത്തവണത്തെ ഇലക്ഷന് നീ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഈ ചേച്ചിക്ക് 100% ഉറപ്പാ. നിന്റെ ഇമേജ് ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന് നിന്നെ ദ്രോഹിച്ചവരും കൂടി അറിയട്ടെ. ഞാനൊരു സത്യം പറയട്ടെ ചേച്ചി. ഇടയ്ക്ക് ഞാൻ തളരുമ്പോ ചേച്ചിയുടെ ഈ വാക്കുകൾ എനിക്ക് വീണ്ടും ഊർജ്ജം തരുന്നു. എന്നെ ഞാനാക്കി മാറ്റി. നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്ത് വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല പ്രതാപ. സത്യോ ചേച്ചി. ദീപകേ, നിനക്ക് ഈ ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആവാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ? ഇല്ല അമ്മാവ. അമ്മാവൻ തന്നെയാണ് സ്ഥാനാർത്ഥിയാവാൻ തികച്ചും യോഗ്യൻ. നിന്റെ പേരിൽ ദിവ്യയുടെ ആരോപണം ഉള്ളതുകൊണ്ടാണ് നിന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. ദീപകേ, ഇനി ദിവ്യ DNA ടെസ്റ്റ് നടത്തി കുറ്റം നിന്റെ പേരിൽ വന്നാൽ അത് നമുക്കാകെ അപമാനമാവും. എന്റെ രാഷ്ട്രീയ ജീവിതത്തെയും അത് ബാധിക്കും. നീ എന്താ പ്രതാപ ഈ പറയുന്നേ? ദീപക് തെറ്റുകാരനാണെന്നാണോ? അവൻ എന്റെ മോനാ, എന്റെ വയറ്റിൽ പിറന്നവൻ. ദീപക് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അമ്മയായ ഈ അംബിക അറിയാതിരിക്കില്ല. പ്രതാപ, നിനക്കറിയാവുന്നതല്ലേ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പൂർവികരോ ഈ തലമുറയിൽപ്പെട്ടവരോ ഇങ്ങനൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ആ പാരമ്പര്യ ദീപകിന്റേത്. ചേച്ചി, ഞാനൊരു വിദൂര സാധ്യത പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. രാഷ്ട്രീയ എതിരാളികള് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക എന്തെങ്കിലും ഒരു ആരോപണം കിട്ടാൻ. അമ്മാവൻ എന്തായാലും ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട.
എന്തായാലും ഇത്തവണ അമ്മാവനിലെ സ്ഥാനാർത്ഥി. ഞാൻ കട്ട സപ്പോർട്ടായി അമ്മാവന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ദിവ്യയുടെ കാര്യം അതെനിക്ക് വിട്ടേക്ക്. കണ്ടില്ലേ പ്രതാപ എന്റെ മോന്റെ ആത്മവിശ്വാസം. നീ ധൈര്യമായിട്ട് മത്സരിക്ക്. എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവും. നിങ്ങളിവിടെ നിന്നാ മതി. എന്താ സാർ ഒരു മുന്നറിയിപ്പില്ലാതെ? തന്നെ കാണാൻ വരാൻ എനിക്ക് എന്തിനാടോ ഒരു മുന്നറിയിപ്പ്? അങ്ങനെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇനി അത് ശരിയല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി മുതൽ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വരാം. അയ്യോ സാർ, ഇവിടെ ഏത് നിമിഷവും അനുവാദം വാങ്ങാതെ വരാവുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ആളാ സാറ്. സാർ ഇരിക്കും. വരണം സർ. ശേഖര, സുഖമല്ലേ? അതെ സാർ. ഇനി വർമ്മയ്ക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ കൂടെ ഉണ്ടാവണം. ഉറപ്പായും ഉണ്ടാവും സാർ. ശേഖരനെ കുറിച്ചും ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഇത്തരക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ആ ചേച്ചി, ചായ എടുക്കാൻ പറയും. സാറിന് വിത്തോട്ടാ. അത് പിന്നെ എനിക്കറിയില്ലേ. അതെ അതെ, അംബികയുണ്ടാക്കിയ ചായ ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പൊ ചായ വേണ്ട അംബികെ. ഞാൻ കുറച്ചു മുമ്പ് ഒരു ചായ കുടിച്ചതേയുള്ളൂ. എടോ വർമ്മേ, തന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ 1-2 ദിവസമായി വിചാരിക്കുന്നു. എന്താ സാർ? മറ്റൊന്നുമല്ല, ഈയിടെയായിട്ട് തനിക്ക് രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ ഏറുകയാണോ എന്നൊരു സംശയം. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ കുറച്ചുനാളായി നിരീക്ഷിക്കുന്നു. തനിക്ക് തുടർച്ചയായിട്ട് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക. തനിക്ക് അറിയാവുന്നതല്ലേ? കുറച്ചുനാൾ മുമ്പ് വരെയും പാർട്ടിക്കകത്തോ ജനങ്ങൾക്കിടയിലോ തന്നെ കുറിച്ച് ചെറിയൊരു ആരോപണം പോലും ഉണ്ടായിട്ടില്ല. വളർന്നു വരുന്ന യുവ നേതാക്കൾക്ക് താനൊരു റോൾ മോഡലായിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ പാർട്ടിയിൽ പല നേതാക്കന്മാരും തന്നെ കുറിച്ച് പല മുറുമുറുപ്പുകളും നടത്തുന്നുണ്ട്. സാർ, എന്റെ അറിവിൽ എനിക്കങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല. അത് പാർട്ടിക്കുള്ളിലായാലും പാർട്ടിക്ക് പുറത്തായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.